വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 19. അക്കാലത്ത് യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പസിൻ്റെ ഭാര്യ മറിയവും മഗ്ദല മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം യേശു ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അനന്തരം എല്ലാം നിറവേറി കഴിഞ്ഞുവെന്ന് അറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹീസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തലചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ സഭയുടെ മാതാവായ മറിയത്തെ ധ്യാനിക്കാം. ആഗോള തിരുസഭ ഈ ദിനം പരിശുദ്ധ കന്യകാ മറിയം സഭയുടെ മാതാവാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. കാൽവരി മലയുടെ വിരിമാറിൽ ക്രിസ്തു പിടഞ്ഞു മരിക്കുന്നതിന് മുമ്പ് അവസാനമായി പൂർത്തിയാക്കിയ ഒരു ദൗത്യമാണ് തൻ്റെ പ്രിയ മാതാവിനെ, തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ ഭരമേൽപ്പിക്കുന്നു. ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ. സത്യത്തിൽ ഒരു വലിയ ദൗത്യമാണ് യേശു ഭരമേൽപ്പിച്ചത്. ഈ പുണ്യഭൂമിയിൽ യേശുവിൻ്റെ അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയാണ് എന്ന്, നാം ശിഷ്യത്വത്തിൽ ജീവിക്കേണ്ടവരാണ് എന്ന ഓർപ്പെടുത്തലും. ക്രിസ്തു ശിഷ്യർക്കെല്ലാം ഈ അമ്മ മഹത്വമുള്ള വ്യക്തിയാണ്, നന്മ നിറഞ്ഞവളാണ്. യേശുവിൻ്റെ അമ്മയെ തിരുസഭയുടെ അമ്മയായി സഭ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ തിരുസഭ മക്കൾ എന്ന നിലയിൽ നമ്മളെല്ലാവരും അഭിമാനപൂർവ്വം ഈ ദിനത്തെ നന്ദി നിറഞ്ഞ മനസ്സോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കാരണമെന്തെന്നോ, ഇത്ര ശ്രേഷ്ഠമായ ഒരു മഹനീയ വ്യക്തിത്വത്തെ ഭൂമിയിൽ അനുകരിക്കുവാൻ സ്വർഗം നമുക്ക് നൽകി. കുരിശിൽ പിടയുന്ന വേദനയിലും തൻ്റെ അമ്മയെക്കുറിച്ച് വ്യഥയുണ്ടായിരുന്ന ഒരു മകൻ്റെ അനുഭവം. ക്രിസ്തു ഒരിക്കലും അമ്മയെ മറന്നുപോയിട്ടില്ലായിരുന്നു. കാലിത്തൊഴുത്ത് മുതൽ കാൽവരിയോളം കൂടെ നടന്ന അമ്മയെ തൻ്റെ പ്രാണന് പിടിയുന്ന നിമിഷത്തിൽ പ്രിയ ശിഷ്യനെ ഭരമേൽപ്പിച്ചുകൊണ്ട് സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്വം നൽകുകയാണ്. ഒരർത്ഥത്തിൽ യേശു കുരിശിൽ കിടന്നുകൊണ്ട് ഈ അമ്മയെ ഭരമേൽപ്പിക്കുന്നത് തിരുസഭയാണ്. നാം ഓരോരുത്തരും ഈ അമ്മയെ പോലെ നിഷ്കളങ്ക സ്നേഹത്തിൽ, ജീവിത വിശുദ്ധിയിൽ, സ്നേഹസമർപ്പണത്തിൽ, പുണ്യപൂർണതയിൽ, പ്രാർത്ഥനയുടെ പൂർണ്ണതയിൽ ജീവിക്കുവാനും കർത്താവിൻ്റെ ദാസന്മാരായി തീരാനും ഹൃദയ സ്നേഹത്തോടെ, ഐക്യത്തോടെ, പൂർണ്ണ മനസ്സോടെ ദൈവത്തിന് സമർപ്പിക്കുവാനും നമ്മെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവനും ഒരർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് കേന്ദ്രീകൃതമായിരുന്നു. ക്രിസ്തു അനുഭവിച്ച എല്ലാ ശാരീരിക പീഡനങ്ങളും മാനസികമായി അനുഭവിച്ച് കൂടെ നടക്കുന്ന ഒരമ്മ. സത്യമാണ്, മക്കൾക്ക് വേദനിക്കുമ്പോൾ, അവർക്ക് അപമാനവും നിന്ദനവും ഉണ്ടാകുമ്പോൾ, അവർ സമൂഹമധ്യേ പരിഹസിക്കപ്പെടുമ്പോൾ, അവഹേളിതരാകുമ്പോൾ, നിന്ദ്യമായ മരണത്തിന് പ്രിയ മകൻ വിധിക്കപ്പെടുമ്പോൾ ഏറ്റവും അധികമായി വേദനിക്കുന്നത് സ്വന്തം മാതാവ് തന്നെയാണ്. മകനിലേൽക്കുന്ന ഓരോ രോധനവും, ഓരോ നൊമ്പരവും, ഓരോ തിരസ്കരണവും, ഓരോ ചാട്ടയടിയും അമ്മയുടെ ഹൃദയത്തെ പിളർക്കുന്നുണ്ട്. കാരണം മാതൃഹൃദയത്തിന് സ്വന്തം പുത്രൻ്റെ വേദന താങ്ങാനാകില്ല. എന്നിട്ടും എല്ലാം സഹിച്ചുകൊണ്ട് കുരിശിൻ്റെ കീഴിൽ നിന്ന ഈ അമ്മ ഭൂമിക്ക് ഏറ്റവും മഹത്തായ ഒരു മാതൃക നൽകി. സഹനത്തിൽ തളർന്നു പോകാതിരിക്കുവാനുള്ള മാതൃകയാണ്. സ്വന്തം പുത്രൻ കാൽവരി മലയുടെ വിരിമാറിൽ പിടഞ്ഞു മരിക്കുന്നത് കണ്ടിട്ടും ഈ അമ്മ ബോധരഹിതയായി വീണു പോകാത്തത് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുക തന്നെ ചെയ്യുമെന്ന് അവൾ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും വിശ്വസിച്ചുകൊണ്ടാണ്.
ഈ അമ്മ ജീവിതത്തിൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും, വിജയത്തിലും പരാജയത്തിലും, സഹനത്തിലും ആശ്വാസത്തിലും ഒരുപോലെ വിശ്വസിച്ചു കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുക തന്നെ ചെയ്യുമെന്ന്. ആ വിശ്വാസത്തിൻ്റെ ബലമാണ് ബോധരഹിതയായി പോകാതെ പിടിച്ചു നിൽക്കുവാൻ ബലം നൽകിയത്. നാമും ജീവിതത്തിൻ്റെ ഭാരം താങ്ങി കുരിശിന് താഴെ നിൽക്കുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കുവാൻ്റെ ബലം ഈ അമ്മയുടെ ജീവിതവും അമ്മയുടെ സഹനശക്തിയും നൽകുന്നുണ്ട്. നമുക്കും ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ ഭാഗവാക്കാകാം. പരിശുദ്ധ അമ്മ സഭയുടെ മാതാവായിരിക്കുന്നത് പോലെ ഈ അമ്മയുടെ മഹനീയ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നന്മ നിറഞ്ഞ ജീവിതം നയിച്ച് നമുക്കും സ്വർഗത്തിൽ ക്രിസ്തുവിൻ്റെ കൃപയുടെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ കൃപാവരം പ്രാർത്ഥിക്കാം. സ്വർഗീയ മഹത്വത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന നമുക്ക് ഭൂമിയിലെ എല്ലാ സഹനങ്ങളിലും ഈ അമ്മ നമുക്ക് മാതൃകയാകട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.